എൻ്റെ മരുമോൾക്ക് ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ അവൾ ശീലിച്ചു വന്നതാണ്. അത് ഞാൻ ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. മെല്ലെ 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 അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരാം. അങ്ങനെ വേണ്ടത്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യല്ല, അതിനെ ഉൾക്കൊണ്ടു, മനസ്സിലാക്കി. ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ അമ്മായിമ്മയെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങന്മാരെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാ? എനിക്കവർ ഒരുപാട് ജോലി എടുത്തു തരുന്നത് കൊണ്ട്. എൻ്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി രാവിലെ നേരത്തെ എണീച്ച് എല്ലാ സാധനങ്ങളും ഒരുക്കി തരുന്നത് കൊണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് പണം തരുന്നത് കൊണ്ട്, ചുരിദാർ വാങ്ങിത്തരുന്നത് കൊണ്ട്. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് ഒരു കാലത്ത് അവർ തിരിച്ചെന്നെ നോക്കുമല്ലോ, സ്നേഹിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട്. ഇതല്ല, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മയായതുകൊണ്ട്. ഇങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചു നോക്കി. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നത് എൻ്റെ മകനായതുകൊണ്ട്. ഒരു പ്രായം എത്തുമ്പം അവൻ എനിക്ക് ചിലതൊക്കെ ചെയ്തു തരും, എന്നെ നോക്കാൻ അവനുണ്ടാകും. അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പം നല്ലോണം സ്നേഹിക്കണം. അവൻ എന്നെ നോക്കാൻ പ്രായമാകുമ്പോഴേക്കും ഞാൻ ഇല്ലാതായി പോയാലോ? ആ സ്നേഹം വേസ്റ്റ് ആയില്ലേ? അങ്ങനെ വേസ്റ്റ് ആയി സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അൺകണ്ടീഷണൽ ലവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ അല്ലേ? ഇങ്ങനെ അടിച്ചു വാരിയിട്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലേക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് അല്ലേ? ഈ വേസ്റ്റ് സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ, ഒരു സ്ത്രീയെ കാണാതായപ്പം സമാധാനമായി, ആശ്വാസമായി. അല്ല, തെരഞ്ഞുപോയി. എന്ത് സംഭവിച്ചു? മേലേക്ക് പോയി തെരഞ്ഞു നോക്കിയപ്പോൾ അവർ പനി പിടിച്ച് കിടക്കാണ്. അവരുടെ അടുത്ത് പോയി സൗഹൃദ സംഭാഷണം നടത്തി, അവർക്ക് ആശ്വാസം കൊടുത്തു, പ്രാർത്ഥിച്ചു തിരിച്ചു പോന്നു. ഇതിനാണ് ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത്. വരുന്ന സമയത്ത് വീട്ടിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ, സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ വായകളാലും അവരുടെ സംസാരങ്ങളാലും അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ഞാൻ എന്ന വ്യക്തിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യം വെച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ പെരുമാറുന്നത്. ഈ രീതിയിലായിരിക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് നോക്കി. അപ്പം ഈ പറയുന്ന ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അവസ്ഥ നമ്മളിലേക്ക് വരും. അവിടെ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം ഇങ്ങനെ വിശാലമാകും.